ഞങ്ങൾ തമ്മിൽ നല്ല ആത്മബന്ധമാണെന്ന് നിങ്ങൾ കാണുന്ന ആളൊന്നുമല്ല. ഞാനും ജീസുകാരും തമ്മിൽ നിങ്ങൾക്ക് അറിയാത്ത വലിയ കെമിസ്ട്രി ഉണ്ടെന്ന് നിങ്ങൾ ചുമ്മാ എത്ര പറഞ്ഞാലും ഞങ്ങളെ തമ്മിൽ അയറ്റാൻ പറ്റുന്നില്ല. സംസാരിക്കുമല്ലോ, നേരിട്ട് കണ്ട് സംസാരിക്കും, ഉറപ്പല്ലേ. ഞാനിപ്പോൾ ഈ പിന്നെ മുഖ്യമന്ത്രിയുടെ പോണ്ടി വന്നുകൊണ്ട് അത് ഞാൻ പോയി കണ്ട് സംസാരിച്ചതിന് ഞാനവിടെ ചെന്ന് സംസാരിക്കും, അതൊരു പ്രശ്നമില്ല. ഊഷ്മളതയോടെ എന്നെ സ്വീകരിക്കും. ഞങ്ങൾ തമ്മിൽ അത്ര നല്ല ആത്മബന്ധമാണ്. ആ ബന്ധം നിങ്ങളെ ഞാൻ വിളിക്കാം പോകുമ്പോൾ. നമുക്ക് നല്ലൊരു എന്താണ് അന്നേരം സുധാരിസാറിന് മുഖം കാണാമല്ലോ, അത് സംസാരം കേൾക്കാമല്ലോ. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കം വരും. അങ്ങനെ തർക്കിക്കാനൊന്നും പറ്റില്ല. ഞങ്ങളുടെ ജില്ലയിലെ പാർട്ടിക്ക് അങ്ങനെ ആർക്കും തർക്കിക്കാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ പോകും. സുധാരസാവിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ചോദിക്കും. ഞങ്ങളുടെ ശ്രദ്ധ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അത് ഞങ്ങൾ ആണ് ആ പ്രയാസം അത് പരിഹരിക്കും. ഞാൻ പിടിച്ചു പാർട്ടിയുടെ നേതൃനിരയിൽ തന്നെ നിന്ന് അതിനെ പ്രവർത്തിക്കും. അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അതിനൊന്നും കുറ്റം പറയില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ സാഹിത്യ സമ്മേളനത്തിൽ പോയിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അതിന്റെ സമ്മേളനത്തിൽ പോകുന്നതിന് ഞങ്ങൾ തെറ്റ് പറയില്ല. അദ്ദേഹം ഒരു സാംസ്കാരിക മേഖലയിൽ നല്ല അറിവും ജ്ഞാനമുള്ള ആളല്ലേ. അങ്ങനെ ഒരു യോഗത്തെ അവർ വിളിച്ചു. അവിടെ പോയി നല്ല എല്ലാം പ്രസംഗിച്ചല്ലോ. അടിയന്തരാവസ്ഥകരായിട്ട് ഏറ്റവും ശക്തമായിട്ടാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. അതിനോടൊപ്പം പറഞ്ഞ കൂട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞു. ആ പറഞ്ഞ വാക്ക് ചിലപ്പോൾ ഞങ്ങളെപ്പോൾ പ്രയാസം തോന്നിക്കാണും. പിന്നെ ജില്ലാ സെക്രട്ടറി എന്ന് സംസാരിച്ചോ പുള്ളി പറഞ്ഞു അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതോടെ പ്രശ്നം തീർന്നു. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഞാൻ ഉദ്ദേശിച്ചത് പാർട്ടി അത്തരം കാര്യങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു.